ഹലോ ഗായ്സ്, ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഹോപ്പ് യു ഗായ്സ് എൻജോയ് ഇറ്റ്. സോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജസീറാസ് ജേർണി. സോ അപ്പോൾ മൈ ഡേ വാസ് സ്റ്റാർട്ടഡ് വിത്ത് എ കപ്പ് ഓഫ് വാം വാട്ടർ. അത് കഴിഞ്ഞിട്ട് യൂഷ്വലായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളാണ്. ഇത് ഫ്രൈഡേ ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ലഞ്ച് കുറച്ച് ഹെവി ആയിരിക്കും. അപ്പോൾ മോർണിംഗ് ഇത്തിരി ലേറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാലൊക്കെ അടുപ്പിൽ തിളപ്പിക്കാനായിട്ട് വെച്ചതിന് ശേഷം ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കടക്കാണ് കേട്ടോ. നേഹമോളെ എണീക്കുമ്പോഴേക്കും എനിക്ക് ക്ലീനിങ് ഒക്കെ തീർത്തിരിക്കണം, അല്ലെങ്കിൽ എനിക്കതൊന്നും ചെയ്യാൻ പറ്റൂല, ചെയ്യാൻ വിടൂല. ഈ ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിലൊന്ന് ഫീഡ്ബാക്ക് പറയണേ. അപ്പോഴേ എനിക്കൊരു എൻകറേജ്മെൻറ്റും ഇതേപോലെ ഇനിയും കുറേ വീഡിയോസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്തും കിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ വീടൊക്കെ മോപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്പ്രേ മോപ്പാണ്. എനിക്കിത് കുറച്ചും കൂടി ഈസി ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഭയങ്കര ഈസിയാണ്. ഡെയിലിയൊക്കെ തുടയ്ക്കുന്നവർക്ക്, അധികം ആൾക്കാരില്ലാത്ത വീട്ടിലും ഇതൊക്കെ ഭയങ്കര ഈസിയാണ്. വേഗം തുടച്ചും കഴിയും, ക്ലീനായിട്ടും ഉണ്ടാവും. പണികളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നല്ലോണം മുഷിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് കുളിച്ചിട്ട് വന്നു. കുളിച്ചതിന് ശേഷം സ്കിൻ കെയർ മസ്റ്റാണ്. അത് എന്നെപ്പോലത്തെ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് സ്കിൻ കെയർ. സ്കിൻ കെയറൊക്കെ ചെയ്ത് ഇപ്പോൾ സ്കിൻ കെയർ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്കിന്നിനൊരു ജീവനില്ലാത്ത പോലെയാണ്. അത് നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടോ? എനിക്കങ്ങനെ തോന്നാറുണ്ട്. മോർണിംഗ് റുട്ടീനിലുള്ള സ്കിൻ കെയറിൽ നമ്മൾ എന്തായാലും ഒഴിച്ചുകൂടാത്ത സംഭവങ്ങളാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പുറത്ത് പോകുന്നില്ലെങ്കിൽ സാധാ സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ മതി, SPF 30 ഉള്ളത്. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും SPF 50 ഉള്ള പ്ലസ് ഉള്ള സൺസ്ക്രീൻ ഉപയോഗിക്കണം. സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ സ്കിന്നിലുള്ള മാറ്റങ്ങൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും കേട്ടോ. എൻ്റെ സ്കിന്നിൽ കുറേ ചേഞ്ച് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ രണ്ടുപേരെ എണിപ്പിച്ച് വിടാൻ പോവാണ് കേട്ടോ. ഉറക്കത്തുനിന്ന് എണിപ്പിച്ച് വിടാൻ പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതും എൻ്റെ നെയ്ഹമോൾക്ക് മാത്രമുള്ളതാണ്. ഉറങ്ങാനും മടി, ഉറങ്ങി എണിക്കാനും മടി. അവളെ ഉറക്കിപ്പിക്കാൻ നല്ല കഷ്ടപ്പാടാണ്. അതേപോലെ തന്നെ കഷ്ടപ്പാടാണ് ഉറക്കത്തുനിന്ന് എണീപ്പിക്കാനും.
One eternity later. ഇതേ നേഹ നാട്ടിൽ പോയിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ നേരത്തെ എണീക്കണ ഒരു വ്യക്തിയാണ് കേട്ടോ. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഫ്രൈഡേ എപ്പോഴും ഉച്ചയ്ക്ക് ലഞ്ചിന് സ്പെഷ്യലായിരിക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഗീ റൈസും ചിക്കൻ റോസ്റ്റും ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റിൽ പറയണേ, ഞാൻ റെസിപ്പി ഇടാം ഇനിയൊരു വീഡിയോ ആയിട്ട്. അപ്പം അങ്ങനെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുള്ള സന്തോഷത്തിൽ കിച്ചണ് ഓഫാക്കിയിട്ട് പുറത്ത് വരികയാണ് കേട്ടോ. പിന്നെ ഈ കുളിക്കാൻ മടിയുള്ള ഈ കുഞ്ഞുവിനെ കുളിപ്പിക്കാനായിട്ട് വിളിക്കണതിൻ്റെ ഒരു തത്രപ്പാടുകളാണ് ഇവിടെ. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഞാനും അവളും കൂടിയിട്ട് അവളൊന്ന് കുളിപ്പിച്ചിട്ട് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. നമ്മൾ ഒരുക്കാൻ നിൽക്കുമ്പോൾ മാത്രം ഈ കുട്ടികൾക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴങ്ങനെയാണ്. ഡ്രസ്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കാനാണെങ്കിൽ ഞാൻ അവളുടെ ബാക്കിൽ ഓടണം. ഇത് മുകളിൽ കയറ്റി നിർത്തിയതുകൊണ്ട് ഓടാനുള്ള വഴിയില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുക. എന്നിട്ട് നേഹാക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട്, വെള്ളിയാഴ്ചയല്ലേ പുതിയ ഡ്രസ്സ് ഇടണ്ടേ, സോ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നിസ്കരിക്കാൻ പോയി. നിസ്കരിച്ചൊക്കെ വന്നതിന് ശേഷം ഇക്ക വരുമ്പോഴേക്കും ഞങ്ങൾ കഴിക്കാനുള്ളതെല്ലാം സെറ്റപ്പ് ചെയ്യായിരുന്നു. ചിക്കൻ പൊരിക്കാനും ടേബിളിലെല്ലാം കൊണ്ട് എടുത്ത് വയ്ക്കാനും ഒക്കെ. അപ്പം തന്നെ നമുക്ക് മൂന്നുപേരും കൂടി ഒപ്പം ഇരുന്ന് സൊറ പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഗീ റൈസും ചിക്കൻ റോസ്റ്റും ചിക്കൻ ഫ്രൈയും? കാണാൻ മുഞ്ചൊക്കെ ഉണ്ടോ? അപ്പോൾ കാണാൻ നന്നായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ തംസപ്പ് ഇടണേ. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി സംസാരിച്ചൊക്കെ കൊണ്ടിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള സമയത്ത് മാത്രം നേഹാക്ക് ഞാൻ വാരി കൊടുക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ തന്നെത്താനെ കഴിച്ചോളും.
പാട്ടൊക്കെ പാടി തന്നിട്ട് ഇന്ന് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് റെസ്റ്റ് എടുക്കാൻ പോയി. പിന്നെ റെസ്റ്റിംഗ് ആണല്ലോ ഇത്രയും നേരം പണിയെടുത്തതിൻ്റെ. അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചു ഡേ ഇൻ മൈ ലൈഫ്. ഒരു ഫ്രൈഡേ, ഹരിബറി ഡേ. അപ്പോൾ എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് എൻ്റെ ഈ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ്. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് കിച്ചണൊക്കെ പൂട്ടി ഞങ്ങൾ റൂമിലെത്തി. ഇനി ഞങ്ങളുടെ പ്ലേയിങ് ടൈമാണ് കേട്ടോ. അമ്മയും മോളും അത്തയും കൂടിയിട്ടുള്ള പ്ലേയിങ് ടൈം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.